ഹലോ, പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാം. മിൽക്കി മിസ്റ്റിന്റെ ഫ്രൂട്ട് യോഗർട്ട് നല്ലതാണ്. 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഈ ഒരു യോഗർട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനായിട്ട് 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 2 ബ്രെഡും 1 മുട്ടയാണ് ഞാൻ എടുത്തത്. രാവിലെ യോഗർട്ട് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചതിലോട്ട് നമുക്ക് ഉപ്പും കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു ചീസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചീസ്, നറുനെയ്യ്, യോഗർട്ട് ഇതെല്ലാം നമ്മൾ വീട്ടിൽ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കണം. നമുക്ക് മാറ്റിയും തിരിച്ചൊക്കെ പ്രോട്ടീൻ കഴിക്കാം. ഡെയിലി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ ചെലവുമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മടുപ്പും വരും. അതുകൊണ്ട് നമുക്ക് മാറ്റി തിരിച്ചൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അങ്ങനെ മുട്ട പൊരിച്ചതിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളൂ. ഒരു ഭാഗം മാത്രം കുക്ക് ചെയ്ത മുട്ടയും കൊണ്ട് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കണം. അപ്പോൾ ബ്രെഡിലോട്ട് ഞാൻ ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് ഞാൻ മുട്ട പൊരിച്ചതും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. രാവിലെ ഞാൻ കഴിക്കുന്നത് ഇതാണ്. ഈ ഒരു സാൻഡ്വിച്ച് കഴിച്ചിട്ട് നിങ്ങൾക്ക് വിശപ്പ് മാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അതിന്റെ മുകളിൽ കഴിക്കാവുന്നതാണ്. ഞാൻ അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 10 മണി 10:30 ആയ സമയത്ത് ഞാൻ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ഇത് ഞാൻ കാണിച്ചു തന്നുള്ളൂ. ഞാൻ കഴിച്ച ഒരു മസാല ബോണ്ടയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഗുണങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ കഴിക്കുന്ന ചോറാണ്. ചോറ് നിങ്ങൾക്ക് ആവശ്യത്തിന് കഴിക്കട്ടെ. ഫുഡ് എത്രത്തോളം കഴിക്കുന്നത് അത്രയും നല്ലതാണ്. പിന്നെ ഇത് ഞാൻ മീനച്ചാറാണ് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തുവിടാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം ഇന്ന് കറിയൊന്നും വെക്കാത്തതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കറിയാക്കാന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഇന്നത്തെ ഞങ്ങളുടെ കറി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ്. അപ്പോൾ ചോറ് ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ ഒരുപാട് ചോറ് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ ഇത്രയും ചോറാണ് ഞാൻ കഴിക്കാറുള്ളത്. പിന്നെ ഞാൻ കഴിക്കുന്ന അടുത്ത ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലാണ്. പാൽ എനിക്ക് വെറുതെ കുടിക്കുന്നത് ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ എന്തെങ്കിലും കോഫി പൗഡറോ അല്ലെങ്കിൽ ചെറുതായിട്ട് ബൂസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കുടിക്കാറുള്ളത്. പിന്നെ കട്ടൻ ചായ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്. എന്നാലും വല്ലപ്പോഴും ഞാൻ കട്ടൻ ചായയിൽ ഇതേപോലെ നറുനെയ്യ് ഒഴിച്ചിട്ട് ഞാൻ കുടിക്കാറുണ്ട്. ഡെയിലി കുടിക്കണമെന്നില്ല. നിങ്ങൾ മാറ്റിയും തിരിച്ചും നിങ്ങൾക്ക് പ്രോട്ടീൻ കഴിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ മുട്ട എന്തായാലും നിങ്ങൾ ഡെയിലി കഴിക്കേണ്ടതാണ് കേട്ടോ. 2 മുട്ട ചിലപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ 2 മുട്ട പുഴുങ്ങിയിട്ട് അത് കഴിക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സും ഏത്തപ്പഴവും പാലും പീനട്ടും കൂടി ഷെയ്ക്ക് ആക്കിയിട്ട് അതും കുടിക്കാവുന്നതാണ്. പിന്നെ അവലും നല്ലതാണ് രാവിലെ കഴിക്കാനായിട്ട്. പിന്നെ നിങ്ങൾ പുളിയില്ലാത്ത യോഗർട്ട് വാങ്ങാൻ കിട്ടും. അതും സെയിം മിൽക്കി മിസ്റ്റിൻ്റെ തന്നെയാണ്. ഞാൻ ഫസ്റ്റ് കാണിച്ചത് നിങ്ങൾ ഫ്രൂട്ടിൻ്റെ യോഗർട്ടാണ്. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ പുളിയില്ലാത്ത തൈരാണ്. ഇതിപ്പോൾ തീർന്നു പോയി, ഇനി പുതിയത് വാങ്ങിയിട്ട് വേണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെള്ളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. 4 ലിറ്റർ വെള്ളമെങ്കിലും എന്തായാലും കുടിക്കണം. അത് പലപ്പോഴായിട്ട് കുടിച്ചാൽ മതി. ഒറ്റയടിക്കുന്ന ആരും വെള്ളം അത്രയൊന്നും കുടിക്കണ്ട. പിന്നെ ഞാൻ കാടമുട്ട വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തോന്നുമ്പോഴൊക്കെ എനിക്ക് പുഴുങ്ങി കഴിക്കാനാണ്. ഞാൻ ഡെയിലി ഒന്നും കഴിക്കാറില്ല. എന്നാൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ ഈ ഒരു തൈര് എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ വാങ്ങി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ കഴിക്കണമെന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു 5 നേരം ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 3 നേരം നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ സാധാ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എത്രയൊക്കെ നമ്മൾ കഴിച്ചാലും നമുക്ക് പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്ത് കഴിച്ചാൽ നമ്മൾ തടി വെക്കാൻ പോണില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ മെലിഞ്ഞിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ മുട്ട, പാല്, തൈര്, ചീസ്, പിന്നെ അതേപോലെ തന്നെ ബ്രെഡ്, ഓട്സ്, ഏത്തപ്പഴം ഇതെല്ലാം കഴിച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ നല്ല പോലെ ഫുഡും കഴിക്കണം. അതോടൊപ്പം തന്നെ നല്ല പോലെ വെള്ളവും കുടിക്കണം. പിന്നെ കഞ്ഞിവെള്ളവും ഉപ്പിട്ട് എന്തായാലും നിങ്ങൾ കുടിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ചീസൊക്കെ വാങ്ങാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ട കഴിക്കുക ചീസിന് പകരം. പക്ഷേ ചീസൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ബട്ടർ ഇവിടെ തീർന്നിരിക്കുകയാണ്. സാധാരണ ഞാൻ ബട്ടർ വാങ്ങാറുണ്ട്. ബട്ടർ തീർന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ചീസ് വാങ്ങിയത്. ചീസും നല്ലതാണ് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട്. വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്രയൊക്കെ ഫുഡ് കഴിച്ചിട്ടും തടി വെക്കാത്ത പിള്ളേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡൊന്ന് കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. പിന്നെ ഇതുപോലുള്ള എണ്ണക്കടികൾ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകില്ല. എന്നാലും വിശപ്പിന് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചോറ് ഉച്ചക്ക് ഞാൻ സാധാ ചോറാണ് കഴിച്ചത്. പിന്നെ ബിരിയാണിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിയുടെ വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ ഇന്ന് വേറെ കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അതല്ലാതെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയ ഒരുപാട് ഫുഡില്ലേ, ചീസ്, പാല്, തൈര്, 2 ടൈപ്പ് തൈര് തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് പുളിയില്ലാത്ത തൈരും പുളിയുള്ള തൈരും പിന്നെ പാല്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കട്ടൻ ചായയിൽ ഈ ഒരു നെയ്യൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ പായസം കുടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. നമുക്ക് കുടിക്കുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരും. എനിക്ക് കട്ടൻ ചായ ഒട്ടും ഇഷ്ടമല്ല. ഇത് നമ്മൾ ഈ ഒരു നെയ്യ് ഒഴിച്ച് കുടിക്കുമ്പോൾ ഒരുമാതിരി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ വണ്ണം വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കട്ടൻ ചായയിൽ നെയ്യൊക്കെ ഒഴിച്ചൊന്ന് കുടിച്ച് നോക്കുക. ഒരാഴ്ചയും കൊണ്ട് നിങ്ങൾ നല്ല പോലെ വണ്ണം വെക്കുകയും ചെയ്യും. നിങ്ങൾക്ക് നല്ല പോലെ മാറ്റം ഉണ്ടാവുകയും ചെയ്യും. ശരീരം മാത്രമല്ല, ശരീരം വണ്ണം വെക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കവിളും തുടുക്കുന്നതാണ്.
പിന്നെ ഞാൻ പണ്ട് നല്ലപോലെ മെലിഞ്ഞിരിക്കുന്ന ഒരു കോലമായിരുന്നു. ഒരു 40 കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ്. പിന്നെ ഞാൻ ഇതേപോലെ എങ്ങനെയെങ്കിലും വണ്ണം വെക്കണം, കാരണം കവിളൊക്കെ ഒട്ടി ആകെ ഒരു വൃത്തികേടായിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇപ്പം മുൻപത്തെ വെയിറ്റിൽ നിന്നൊരു 10 കിലോ ഒക്കെ കൂട്ടിയത് ഞാൻ ഇതേപോലെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷമാണ്. പിന്നെ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നും. പിന്നെ നിങ്ങളുടെ കിഡ്നിക്ക് അത് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പലപ്പോഴായിട്ട് മാത്രം നിങ്ങൾ വെള്ളം കുടിക്കുക, 4 ലിറ്റർ വെള്ളം കുടിക്കുക. പിന്നെ അതേപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഫുഡും നല്ലപോലെ കഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പ്രോട്ടീൻ അടങ്ങിയതും കഴിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.